നമസ്കാരം. ആ കുഞ്ഞ് പോയി. വേദനയുടെ കളിപ്പാട്ടം നമ്മൾ ഓരോരുത്തരുടെയും മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് 7 വയസ്സ് തന്നെ അവന് ധാരാളമായി തോന്നിയിട്ടുണ്ടാകും. വേദന ഒരു കടലാണെങ്കിൽ അവൻ അതിൻ്റെ മറുകര കണ്ടു. 10 ദിവസം വേണ്ടി വന്നു അവനിൽ നിന്ന് ജീവന്റെ പിടി അയഞ്ഞു പോകാൻ. തിരിച്ചു വരാൻ അവൻ ഒരുക്കമായിരുന്നില്ല. മരുന്നുകളോട് അവൻ പ്രതികരിച്ചതുമില്ല. തിരിച്ചു വരേണ്ടത് ഇവിടേക്ക് തന്നെയാണല്ലോ. ജീവന്റെ ഒരു തരിമ്പ് ശരീരത്തിൽ ബാക്കിയുണ്ടെന്നറിഞ്ഞാൽ വേദനിപ്പിച്ച് ആനന്ദിക്കാൻ നിൽക്കുന്നവരുടെ ഇടയിലേക്ക്. അതു വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു കാണും. ചുറ്റും കണ്ട മനുഷ്യരെ ഒന്നൊഴിയാതെ അവിശ്വസിച്ച് ഒരാൾ ജീവൻ വെടിയും പോലെ വലിയൊരു പ്രതിഷേധം വേറെ എന്താണ്? ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഒരാളെ ഓർത്ത് നെടുവീർപ്പിടുന്നുണ്ടാകും. ഒരാളെ മാത്രം, ആ 4 വയസ്സുകാരൻ അനുജനെ ഓർത്ത്. അവനെ ആര് നോക്കാനുണ്ടാകും? അവൻ്റെ ഗതി എന്താകും എന്ന ആധിയോടെ. ഇന്ന് 11:30 നിലച്ച ആ ഹൃദയത്തിൽ അവന് മാത്രമേ ഇടമുണ്ടായിരുന്നുള്ളൂ. തൊടുപുഴയിലെ കുട്ടി കേരളം തേടുന്ന പുതിയ ജീവിതത്തിൻ്റെ സമ്മാനമാണോ? താളപ്പിഴകളുള്ള ജീവിതത്തിൽ സന്തുഷ്ടരാകാൻ പുതുവഴികൾ തേടുന്നവരുടെ മുന്നിൽ കുട്ടികളാണ് തടസ്സം. ആനന്ദകരമായ ജീവിതത്തിലെ വഴിമുടക്കികൾ. അവരെ എന്തായാലും കൊല്ലാൻ കഴിയില്ല, കൊല്ലാതെ കൊല്ലാമല്ലോ. അതാണ് തൊടുപുഴയിൽ കണ്ടത്. എന്നാൽ ഇതൊറ്റപ്പെട്ട ഒരു സംഭവമാണോ? ഒരാളുടെ മാത്രം ക്രൂരതയാണോ? കിട്ടിയ ജീവിതത്തിനപ്പുറം എത്തിപ്പിടിക്കാൻ നോക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഭ്രമം, അതിലേക്ക് ഏതു വഴിയുമാകാം എന്ന വിശ്വാസം. അത്തരം ജീവിത കാമനകൾക്ക് പിറകെ പായുന്നവരെല്ലാം ആദ്യം വലിച്ചെറിയുന്നത് കുരുന്നുകളെയാണ്, ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. തൊടുപുഴയിലെ കുട്ടിയുടെ ദുരന്തം കേരളീയ ജീവിതത്തിന്റെ പുതിയ മുഖമാണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, തൊടുപുഴ ദുരന്തം തുടർക്കഥയാകുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വനിതാ ശിശുക്ഷേമ മന്ത്രി കെ ശൈലജ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പി സുരേഷ്, അഭിഭാഷക ശാന്തി മായാദേവി, റിട്ടയർഡ് SP ജോർജ് ജോസഫ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. തൊടുപുഴയ്ക്ക് പ്രതിവിധി എന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി കെ ശൈലജ, ഈ തൊടുപുഴ സംഭവം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്തു, എന്നാൽ ആ പിഞ്ചുകുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കർക്കശമായ നിയമ നടപടികൾ പുരോഗമിക്കുന്നു. മാതൃകാപരമായി ശിക്ഷിക്കും എന്ന് സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന നടപടികളാണ് ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇത്രയും അഭിനന്ദനാർഹമായ നടപടികളാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഇതൊരു പാഠമാണ്, ഇതൊരു മനോഭാവമാണ്, സമൂഹത്തിൽ വളർന്നു വരുന്നൊരു പ്രവണതയാണ്. അപ്പോൾ മേലിലും ഇത്തരം കുട്ടികൾ വീടിൻ്റെ അടഞ്ഞ ഇടങ്ങളിൽ കിടന്ന് മർദ്ദനമേറ്റ് മൃതപ്രായരായി അവസാനം അവരെ രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായതയിലേക്ക് നാം എത്താതിരിക്കാൻ, നമ്മുടെ സംവിധാനങ്ങൾ എത്താതിരിക്കാൻ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണ് ടീച്ചർ? ഇത് നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠം തന്നെയാണ്. അതായത് ഈ സമൂഹത്തിലുണ്ടാകുന്ന പരിവർത്തനമാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ളത് പ്രസക്തമാണ്. ഞങ്ങളെല്ലാം സാധാരണ പറയും ഇതൊരു മുതലാളിത്ത ഉപഭോഗ സംസ്കാരമാണ് ഇന്ത്യയിലാകെ വരുന്നത് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുടുംബങ്ങൾക്കകത്തും കുടുംബങ്ങളുടെ ജനാധിപത്യവും അതുപോലെ തന്നെ സുസ്ഥിരതയും എല്ലാം തകരുന്നത്. ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ആക്രമണം നേരിടുന്നത് ഇപ്പോൾ കുടുംബത്തിനകത്ത് തന്നെയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഭീതിതമായിട്ടുള്ള അവസ്ഥയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യവും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഈ സമൂഹത്തിനകത്ത് നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തുടനീളം നമുക്കിത് കാണാൻ സാധിക്കും. നിദാരിയിലെ കൂട്ടക്കൊലയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. കേരളീയ സമൂഹത്തിലും ഉപഭോഗ സംസ്കാരത്തിൻ്റെ വലിയ വ്യാപനം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യം. നേരത്തെയുള്ള കൂട്ടുകുടുംബങ്ങൾ മാറി അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം വേണ്ടത്ര പരിഗണിക്കാൻ ശ്രമിക്കാത്തൊരവസ്ഥയും വരുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ വരുന്ന പലതരം പ്രചരണങ്ങളും ഈ വലിയ തോതിലുള്ള, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കാമനകൾ ചില മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നതിനും അതിനനുസരിച്ച് സുഖലോലവുമായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിക്കുകയും കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയായിട്ട് മാറിപ്പോകുന്നുവോ എന്നാണ് നാം ഭയക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛനും അമ്മയ്ക്കുമെല്ലാം അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വം പലപ്പോഴും മറന്നു പോകുന്നു. പലപ്പോഴും ഈ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ TV മാധ്യമങ്ങളുടെ എല്ലാം അതിപ്രസരവും ഞങ്ങൾ പറയാറുണ്ട്. സീരിയലുകളും എല്ലാം
അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തൊരവസ്ഥയും പലയിടത്തും വരുന്നുണ്ട് എന്നുള്ളതാണ്. രക്ഷിതാക്കളാണ് ഏറ്റവും വലിയ കൈത്താങ്ങായിട്ട് നിൽക്കേണ്ടത്. സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലെ ഒരു ചെറിയ പ്രയാസം പോലും തങ്ങളുടെ വലിയ പ്രയാസമായിട്ട് ഉൾക്കൊള്ളാൻ പ്രായം ചെന്നവർ, മുതിർന്നവർ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കൂ. ഇത് ചിലപ്പോൾ ഒരു ഐസ്ബർഗ് പോലെയാണ്. പുറത്തു വരുന്നത് കുറച്ച് വിവരങ്ങളാണ്. ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വിമൻ ആൻഡ് ചിൽഡ്രൻ വകുപ്പ് രൂപീകരിച്ചു. ആ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് കണ്ടത് ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ പീഡനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. കേസുകളുടെ എണ്ണം ചിലപ്പോൾ വർദ്ധിക്കും, അതൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ആയി എന്നുള്ളതൊരിക്കലും പറയാൻ സാധിക്കില്ല. കൗൺസിലർമാരെ, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനെ, ശിശുക്ഷേമ സമിതിയെ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഭാഗമായിട്ട് തണൽ എന്ന് പറയുന്നൊരു പദ്ധതി 1517 ഒരു ടോൾ ഫ്രീ നമ്പർ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തു. കുഞ്ഞുങ്ങൾക്കും വിളിക്കാം, രക്ഷിതാക്കൾക്കും വിളിക്കാം. അതിൻ്റെ പ്രചരണം ഇനി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. അത്രേ ഇവിടെ വലിയ തോതിൽ 6600-ലേറെ കോളുകൾ കഴിഞ്ഞ വർഷം വന്നു. അതിൽ കുറേ കേസുകളിൽ നമുക്ക് നന്നായിട്ട് പരിഹാരം കാണാൻ സാധിച്ചു. ചിലത് കോടതിയുടെ മുമ്പാകെയാണ്. അപ്പോൾ ജനങ്ങളാകെ ഈ കാര്യം മനസ്സിലാക്കണം. ഒന്ന്, കുട്ടികളെ നമുക്ക് ദ്രോഹിക്കാനുള്ള അവകാശമില്ല. അവർ സ്വതന്ത്ര പൗരന്മാരായിട്ട് വളർന്നു വരേണ്ടവരാണ്. അവരെ അനുസരിപ്പിക്കേണ്ടത് തല്ലിയും മറ്റുമല്ല. മറ്റൊന്ന്, നമ്മുടെ സ്വന്തം ആവശ്യകതകളേക്കാൾ പുതിയ തലമുറയുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യകതകൾ കണക്കിലെടുക്കണം. അമ്മമാരും അതുപോലെ അമ്മുമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാം തന്നെ സ്വന്തം വിഷമം മാറ്റിവെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നതാണ്. അത് പക്ഷിമൃഗാദികളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത, ആ വ്യഗ്രത മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് കൊടിയ പീഡനമാണ്. ഏതായാലും ഗവൺമെൻറ് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നല്ല ബോധവൽക്കരണം നടത്തണം. നിലവിലുള്ള നിയമങ്ങളെല്ലാം ഉപയോഗിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലും കുഞ്ഞ് അവഗണിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകണം. അതിനുവേണ്ടി വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ കൂടി ഈ ചർച്ചയിലുണ്ട്, സുരേഷ്. അദ്ദേഹം വന്നതിന് ശേഷം വലിയ തോതിൽ പ്രചരണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളും മറ്റുമായിട്ട്. വെറും പ്രചരണ പ്രവർത്തനം കൊണ്ട് മാത്രമായില്ല, എല്ലാവരും ജാഗരൂകരാവണം. എവിടെയെങ്കിലും ഒരു ചെറിയ കുറ്റകൃത്യം കുഞ്ഞിനോട് ചെയ്യുന്നത് കണ്ടാൽ അത് മറച്ചു വെക്കുന്നവരും കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവരും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടുള്ള ദ്രോഹം മനസ്സിലാക്കിയാൽ റിപ്പോർട്ട് ചെയ്യുക, വനിതാ ശിശുക്ഷേമ വകുപ്പുമായിട്ട് ബന്ധപ്പെടുക. അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കേരളത്തിലെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റും വനിതാ ശിശുക്ഷേമ വകുപ്പും തയ്യാറാകും. വലിയ വേദനയാണ് ഈ കുഞ്ഞിൻ്റെ വേർപാടിലുണ്ടായത്. അതിക്രൂരമായ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കില്ല, പൈശാചികമാണത്. ആ പൈശാചിക ആക്രമണത്തിന് കുഞ്ഞിനെ വിധേയനാക്കിയ പ്രതിക്ക് എല്ലാ ശിക്ഷയും മേടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ശരി. ഒപ്പം ഇതൊരു പാഠമായിട്ട് രക്ഷിതാക്കൾ കാണണം. വളരെ പെട്ടെന്ന് ഉപേക്ഷിക്കാനുള്ളതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ, ആക്രമണത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ പിഞ്ചോമനകൾ എന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമായിട്ട് ഈ സംഭവം മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പോലീസിന് ഈ പ്രതിയെപ്പറ്റി മുൻ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരമൊരു ദുരന്തം തടയുന്നതിനുള്ള നടപടികളെടുക്കാൻ കഴിയുമായിരുന്നില്ലേ? കാരണം ഇദ്ദേഹം പല കേസുകളിൽ പ്രതിയാണ്, കൊലക്കേസിലടക്കം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആ നാട്ടിലുള്ള പെരുമാറ്റ രീതികൾ, പെട്ടെന്ന് ഈ ക്രുദ്ധനായിക്കൊണ്ട് മോശമായി എല്ലാവരോടും പെരുമാറുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ആ നാട്ടുകാർ പറയുന്നുണ്ട്. ഇദ്ദേഹം പോയ ഹോട്ടലിലെ ജീവനക്കാരടക്കം ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ വരിക എന്നത് ഒരു വീഴ്ചയാണോ അതോ ഇത് അസാധ്യമായിരുന്നോ പോലീസിനെ സംബന്ധിച്ച്? ഇത് പോലീസിൻ്റെ വളരെ ഒരു വീഴ്ച തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഈ കുമാരപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊടുപുഴയിലെ 1 മാസം കഷ്ടിച്ചായുള്ള ഈ കുടുംബം അവിടെ ചെന്നിട്ട് അതിനുമുമ്പ് പേരുക്കടയാണ്. ഈ കുടുംബം ആ ഭർത്താവിൻ്റെ മരണശേഷം ആ സ്ത്രീയും 2 കൊച്ചുങ്ങളും ഈ അരുണും പേരുക്കട പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിയെ അവിടെ 3ാം ക്ലാസ്സിൽ ചേർത്തിരുന്നു. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അന്നേരം ഇയാളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 6ഓളം കേസുകൾ തിരുവനന്തപുരത്തുണ്ട്. ഒന്നൊരു മർഡർ കേസാണ്, അതിൽ 6ാം പ്രതിയാണ്. എങ്ങനെ ഇയാൾ വിട്ടുപോയി? ഇയാളുടെ സ്ഥിരമായി മദ്യപിക്കുകയും ഡ്രഗ്സ് അടിക്കുകയും കേരളത്തിന് അറിയപ്പെടുന്ന, ഞാൻ പേര് പറയുന്നില്ല, 2-3 അറിയപ്പെടുന്ന ഡേഞ്ചറസ് ആയ കൊലപാതകം ചെയ്ത് നടക്കുന്നവരുടെ കൂട്ടുകൂടി നടക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ കണ്ണ് പതിഞ്ഞിട്ടുള്ള ആൾ തന്നെ, കണ്ണ് പതിഞ്ഞിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? പിന്നെ
ഇപ്പം ഞാൻ ഈ ഒരു കാര്യത്തിന് ഏതായാലും ഈ പറയുന്ന ഈ അവസരത്തിൽ ഞാൻ പോലീസിനെ ഒന്നുണ്ട് കാര്യം റിമൈൻഡ് ചെയ്തോട്ടെ. കാരണം ഇതിനകത്ത് ഒരു റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട്, ഇയാൾ ആ കേസ് 6ാം പ്രതിയായ ഒരു കേസിൽ നിന്ന് ഇയാൾ ഊരിപ്പോയോണ്ടാണ് ഞാൻ പറഞ്ഞത്. പോലീസ് വളരെ ജാഗരൂകമായിട്ട് വേണം ഈ കേസ് അന്വേഷിക്കാൻ. ഇതിനകത്ത് 302 തന്നെയാണ് ഇത്. കാരണം ഇത് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ടില്ല. ഈ കുട്ടിയെ ആ ബെഡിൽ നിന്നെടുത്ത് വലിച്ച് ഒരു മിസൈൽ പോലെയാണ് പോകുന്നത്. മിസൈൽ പോയി ചെന്നിട്ട് അവിടെ ബൗൺസ് ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പം അയാൾക്ക് ആ നോളജുണ്ട്, ഇയാൾക്കറിയാം ഒരു 7 വയസ്സുള്ളൊരു കൊച്ചിനെ 6 അടി പൊക്കോളം ഇത്ര ആരോഗ്യമുള്ള ആൾ വലിച്ചെറിഞ്ഞാൽ മിസൈൽ പോയി ചെന്ന് ഇടിക്കുമെന്നും അപകടം ഉണ്ടാകുമെന്ന് അയാൾക്കറിയാം. മദ്യപിച്ചിരിക്കുകയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. എങ്കിലും ആ 302 ഒരു ഇന്ത്യയിലെ കഴിഞ്ഞ സുപ്രീം കോടതിയിലെ തൂക്കാൻ വിധിച്ച ഒരാളെ അംഗീകരിച്ചു. കാരണം 7 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിനുള്ളൊരു കുട്ടിയെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ ആ കൊലപാതകത്തിന് തൂക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. 302 ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ 302 ചുമത്തുമ്പം പോലീസ് വളരെയധികം ചില കാര്യങ്ങൾ, ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയാൻ ഈ പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കുട്ടിയെ ആ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അന്നാണോ ആ സംഭവം ഉണ്ടായത്? കുട്ടിയെ കോൺഷ്യസ് ആയിരുന്നോ അൺകോൺഷ്യസ് ആയിരുന്നോ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും ഈ കുട്ടി സംസാരിച്ചിരുന്നോ? കാരണം അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അതൊരു ഡൈയിങ് ഡിക്ലറേഷനാണ്, മരണമൊഴിയാണ്. ആ കൊച്ച് അവിടെ അമ്മയുടെ സുഹൃത്തോ അല്ലെ കൊച്ചച്ഛനോ, കാരണം ഇയാളെന്ന് പറയുന്നത് ഈ അരുണിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകനാണ് ആ സ്ത്രീയുടെ ഭർത്താവ്, ഫസ്റ്റ് കസിനാണ്. അപ്പോൾ ആ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ അത് 2 മാസം കഴിഞ്ഞ ഉടനെ ഇയാൾ അവിടെ ചേക്കേറി അവരെ വിവാഹം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അയാളുടെ മരണത്തിലും നമുക്ക് സംശയം വരുന്നുണ്ട്. ഇപ്പം 3 എണ്ണമായി. തിരുവനന്തപുരത്ത് ഒരു കൊലപാതക കേസിനകത്ത് ഇയാൾ 6ാം പ്രതി ഊരിപ്പോയി. ആ ഹസ്ബൻഡിൻ്റെ മരണം ആ സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെ മരണം ഒരു പോസ്റ്റ്മോർട്ടത്തിൽ അവസാനിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബിസറ നോക്കണം ഇനി, കാരണം അത് തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്നത് ഈ അരുണിൻ്റെ അച്ഛൻ്റെ മരണത്തിലും ദുരൂഹതയുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കും. ഈ അമ്മ ഈ തിരുവനന്തപുരം നന്തൻകോടത്ത് ഈ അമ്മ പേടിച്ച് ഭയപ്പെട്ടിട്ട് വേറെ എവിടെയോ പോയി ഒളിച്ച് താമസിക്കുകയാണ്. അവിടുത്തെ ഒരു ഫ്ലാറ്റിൻ്റെ 3ാം നില അമ്മ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അമ്മയെ തോക്ക് ചൂണ്ടിന്ന് അവിടെ തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല, ഭയപ്പെടുത്തിയിട്ട് അമ്മ ഈ വസ്തു എഴുതി വാങ്ങിച്ചെന്നാണ് ഞാൻ അറിയുന്നത്. ഇയാൾക്ക് എറണാകുളത്ത് 10-16 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഇയാളുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഇപ്പോഴും പല കൊലക്കേസിനകത്ത് ട്രയൽ ഫേസ് ചെയ്യുന്ന ആ ക്രിമിനൽ ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇയാൾ ബാങ്ക് ജോലിക്കാരനാണ്, ഇയാൾ സാധാരണക്കാരനല്ല. ഇയാളുടെ അമ്മ ഒരു ബാങ്ക് ഓഫീസറാണ്, അച്ഛൻ ബാങ്ക് ഓഫീസറായിരുന്നു. ആ അച്ഛനെ സർവീസ് ചെയ്ത് മരിച്ചുകൊണ്ട് ഇയാൾക്കൊരു ജോലി കിട്ടി ബാങ്കിൽ. 1.5 വർഷം ജോലി ചെയ്തിട്ട് ഇയാൾ വെളിയിൽ ചാടി. ഇയാൾ ട്രങ്കാർഡാണ്. അപ്പോൾ ഇയാൾ ഇത്രയും ഒരു മനുഷ്യ മൃഗം തന്നെയാണ്. അതുകൊണ്ട് പോലീസ് ശ്രദ്ധിക്കേണ്ടത് ഇയാളുടെ മുൻ ചരിത്രങ്ങൾ മുഴുവൻ ചകഞ്ഞെടുക്കണം. ഈ ഒരു കേസിനകത്ത് കൃത്യമായി ഇയാളെ ഇനിയും കസ്റ്റഡി വാങ്ങണം. കാരണം കസ്റ്റഡിയിൽ ഇനിയും വാങ്ങുകയാണ്. ഞാൻ ഇടപെടുകയാണ്. ടീച്ചർ, എനിക്കറിയാം അങ്ങ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തിരക്കിലാണ്. ഒരു 10 മിനിറ്റ് കൂടി അങ്ങ് ഇവിടെ ചെലവഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ പി സുരേഷ്, ഇവിടെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നു കാര്യക്ഷമമായി എന്ന് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ട്. ധാരാളം പരാതികൾ വരുന്നുണ്ട്. ഈ ടോൾ ഫ്രീ നമ്പർ വളരെ ഇഫക്റ്റീവായി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 6500ഓളം പരാതികൾ ഇങ്ങനെ ലഭ്യമായിട്ടുണ്ട്. കേസുകളുടെ എണ്ണം കൂടിക്കോട്ടെ, കുഴപ്പമില്ല. കേസുകളുടെ എണ്ണം കൂടുന്നു എന്നത് ഒരർത്ഥത്തിൽ ബോധവൽക്കരണത്തിൻ്റെ ഈ പറയുന്ന മികവ് തന്നെയാണ്, അത് ഫലപ്രദമാണ് എന്നതിൻ്റെ ഉദാഹരണമായി നമുക്ക് അതിനെ പോസിറ്റീവായി എടുക്കാം. പക്ഷേ ഈ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ തൊടുപുഴയിൽ ഒരു ഒറ്റപ്പെട്ടതാണ് എന്ന് കരുതാൻ കഴിയുമോ? മറ്റ് ഭാഗങ്ങളിലും ഇതൊക്കെ ഉണ്ടാകാം. എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലൊരു സംവിധാനമായി ബാലാവകാശ കമ്മീഷന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുക? കേരളത്തിലെ കുട്ടികൾക്ക് നേരെ വലിയ തോതിൽ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് ഒരു വസ്തുതയാണ്. എന്നാൽ കേരളത്തിലാകെ ഉള്ള കുട്ടികൾ അരക്ഷിതരാണ് എന്ന് സാമാന്യവൽക്കരിക്കാൻ ഇത്തരം സംഭവങ്ങൾ കൊണ്ട് ശ്രമിക്കുന്നത് തീരെ ശരിയാവില്ല. നമ്മുടെ ഈ സംഭവം നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും ആരാണ് കുട്ടികളെ സംരക്ഷിക്കേണ്ടത്? നമുക്കറിയാം, കുട്ടികളെ സംരക്ഷിക്കേണ്ടത് രക്ഷിതാക്കളാണ്. എന്നാൽ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട രക്ഷിതാക്കൾ തന്നെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ടോ
പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കാളികളാകുമ്പോൾ അത്തരം കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും രാഷ്ട്രത്തിനുണ്ട് എന്നുള്ളതാണ്, സ്റ്റേറ്റിനുണ്ട് എന്നുള്ളതാണ് ബാലാവകാശ നിയമത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കുട്ടിയെയും ഈ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള എല്ലാ ബാധ്യതയും ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്താൻ ഉണ്ടായ കാരണം. ബാലാവകാശ കമ്മീഷൻ നേരത്തെ വേളി ചോദിച്ചതുപോലെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുക? കുട്ടികൾ ജീവിക്കുന്ന വീടുകളിലും കുട്ടികൾ ജീവിക്കുന്ന ഇടങ്ങളിലും കുട്ടികൾ ജീവിക്കുന്ന ഗ്രാമങ്ങളിലും കുട്ടികൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിലും കുട്ടികൾ കളിക്കുന്ന കളിക്കളങ്ങളിലും നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായിരിക്കണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഒരു 3 മാസം മുന്നേ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഗൗരവപരമായി പരിശോധിച്ചു. കേരളത്തിലെ കുട്ടികളെ സംരക്ഷിക്കാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി നിലവിലുണ്ട്. 2012 ആ ജിയോ ഇറങ്ങിയത്. ഞങ്ങളൊരു 3 മാസം മുന്നേ ആ കമ്മിറ്റിയുടെ സ്ഥിതി പരിശോധിച്ചപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ആ കമ്മിറ്റി നിർജ്ജീവമാണ് എന്ന് കാണുകയും ഈ കമ്മിറ്റി ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടറും SP-യും അടങ്ങുന്ന സമിതി, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും അടങ്ങുന്ന സമിതിയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ. കേരളത്തിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികളുടെ ശാക്തീകരണത്തിലൂടെ മാത്രമേ കുട്ടികൾ താമസിക്കുന്ന വീടുകളിലും കുട്ടികൾ താമസിക്കുന്ന ഇടങ്ങളിലും കുട്ടികൾ താമസിക്കുന്ന വില്ലേജുകളിലും കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന നിഗമനത്തിലെത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശൈലജ ടീച്ചറുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളതിൻ്റെ ഒരു കൺവെൻഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞു 2 മാസത്തിനുള്ളിൽ 40 ശില്പശാലകൾ 40 ലീഗൽ വർക്ക്ഷോപ്പുകൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേരളത്തിൽ നടത്തുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൃത്യം 2 മാസത്തിനകത്ത് കേരളത്തിലെ 14 ജില്ലകളിലും 40ഓളം ലീഗൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും നേരിടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കുട്ടികളെ അടക്കം വിളിച്ചു ചേർത്ത് അത് പരിശോധിക്കുകയും ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യം കേരള ഗവൺമെൻറ്റിന് മുമ്പാകെ അടുത്ത മാസം തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശാന്തിമായ ദേവിയും ഒന്ന് സഹകരിക്കണം. എനിക്ക് വേഗം ടീച്ചറിലേക്ക് ഒന്ന് പോകണം, കാരണം ടീച്ചറിന് 9 മണി വരെ പരമാവധി ഇരിക്കാൻ കഴിയൂ. ടീച്ചർ, ഇവിടെ മുഖ്യമന്ത്രി പോയി കാണുന്നു, അതൊരു വലിയ സന്ദേശമാണത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം ഗൗരവതരമായ ഇടപെടലും ശ്രദ്ധയും പതിയുന്നു. നമുക്ക് സ്റ്റേറ്റിൻ്റെ സംരക്ഷണം ഏതളവ് വരെ, അതിൻ്റെ തലവൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ എത്രമാത്രം ഗൗരവത്തോടെ ശ്രദ്ധിക്കും എന്നൊരു സന്ദേശം അത് നൽകുന്നു. വലിയ കാര്യമാണത്. എന്നാൽ ഇത് വളരെ ഫലപ്രദമാകാൻ നാളെ ഒരു കുട്ടിക്ക് മർദ്ദനമേൽക്കുന്നുവെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അവനൊരു മാനസികമായ വളർച്ചയും ആത്മവിശ്വാസവും ഉണ്ടാകാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുക? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയ കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അത് ഒരാൾ അറിഞ്ഞാൽ, അത് പുറത്തു പറയാതിരുന്നാൽ അത് നിയമ നടപടിക്ക് വിധേയമാകും എന്ന ഭയപ്പാടോടെ ഈ കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന രൂപത്തിലേക്ക് സമൂഹം വികസിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ആൺകുട്ടികളുടെ കാര്യത്തിലായാലും ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യത്തിലും ഈ വീടുകളിൽ ഇങ്ങനെ മർദ്ദനമേറ്റാൽ അത് ആ വീട്ടിൽ നടക്കുന്നൊരു കലഹത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നൊരു ശിക്ഷയുടെ ഭാഗമായി എന്ന തലത്തിൽ കാണാതെ ഇതിനപ്പുറത്തൊരു വലിയ ബാലാവകാശവുമായി ബന്ധപ്പെട്ടൊരു ധ്വംസനം നടന്നിരിക്കുന്നു, അത് ആ കുട്ടി അറിയിക്കുക, അല്ലെങ്കിൽ അത് കണ്ട അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടവരെ അറിയിക്കുക എന്ന തലത്തിലേക്ക് ഇത് വികസിക്കണമെങ്കിൽ എന്താണ് ഒരു മാറ്റമായി വരേണ്ടത്? ആരുടെ ഭാഗത്തു നിന്നുള്ള ചിന്താപരമായ മാറ്റവും മുൻകൈയുമാണ് ഉണ്ടാകേണ്ടത്? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പൊതുജനങ്ങളുടെ ചിന്തയിലും വലിയ മാറ്റം ഉണ്ടാവണം. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ഉറങ്ങിക്കിടക്കുന്ന സംവിധാനങ്ങൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ പരിശോധിച്ച് നോക്കി. പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, വേണ്ടത്ര ഫലപ്രദമായി നടപ്പിലാകുന്നില്ല എന്ന് കണ്ട സംവിധാനങ്ങളാകെ പുനരാവിഷ്കരിക്കുന്നതിനും പുതിയ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുമാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികളെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സംവിധാനമുള്ളത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടി ഡോക്ടർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതായത് കുട്ടികളെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കുക, തങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം കുട്ടികളെ ബോധ്യപ്പെടുത്തുക, മറ്റാരെങ്കിലും അവിടെ ഇടപെടാൻ വരികയാണെങ്കിൽ അത് അറിയിക്കേണ്ടുന്ന കേന്ദ്രങ്ങളിൽ അറിയിക്കാൻ അവരെ പ്രാപ്തരാക്കുക.
ഈ പരിശീലനം സിദ്ധിക്കുന്ന കുട്ടികൾ മറ്റു കുട്ടികളെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സഹായിക്കുക എന്ന രീതിയിലാണ് കുട്ടി ഡോക്ടർ സംവിധാനം ഇപ്പോൾ 3-4 ജില്ലകളിൽ തുടങ്ങി കേരള വ്യാപകമായിട്ടത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ സ്കൂൾ കൗൺസിലർമാരുടെ പ്രത്യേക മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു ചേർത്ത് ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൗൺസിലിംഗ് വളരെ വ്യാപകമാക്കുക എന്നുള്ളതും കാണുന്നു. വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് കൂടി യോജിച്ചുകൊണ്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും കൗൺസിലിങ്ങിന് വിധേയമാക്കാനും അവർ വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താനും കുട്ടികളെ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തണലും ഇപ്പോൾ വേറെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ കുട്ടികളെ ഈ ഭിക്ഷാടനത്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് തടയാൻ ശരണബാല്യം പദ്ധതി ഗവൺമെൻറ് വന്നപ്പോൾ പ്രഖ്യാപിച്ചു. 107 കുട്ടികളെയാണ് നമുക്ക് തെരുവിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചത്. അതിൽ മിക്കവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അവരെയെല്ലാം പുനരധിവസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കുറേ കൂടി ശക്തമാക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പോലീസ് സംവിധാനവും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പോലീസ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഇരട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ എപ്പോഴും കേൾക്കുന്നു രാത്രിയാകുമ്പം. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ന് പറയൂ. അപ്പോൾ പറഞ്ഞു പക്ഷേ അവർ ഞങ്ങളുടെ കുഞ്ഞിനെയല്ലേ ഞങ്ങൾ നന്നാക്കുന്നത്, അച്ചടക്കം പഠിപ്പിക്കാനാണ്, നിങ്ങളാരാ ചോദിക്കാനെന്ന്. ഞാൻ ഉടനെ തന്നെ അവിടെ ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ബന്ധപ്പെട്ട കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അവർ ബന്ധപ്പെട്ടു. അവർ അവിടെ ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടിട്ട് അവരോട് ഞാൻ പറഞ്ഞു നിരീക്ഷിക്കണം, ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം. അപ്പോൾ അത് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്, അതിപ്പോൾ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചില രക്ഷിതാക്കൾ ബോധവാന്മാരല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ നല്ലത് പഠിപ്പിക്കാൻ ഞങ്ങൾ തല്ലി പഠിപ്പിക്കുന്നു എന്നാണ് ചിലർ കരുതുന്നത്. അതുപോലും പാടില്ലാത്തതാണ്. ഈ പറഞ്ഞ ലഘുവൊന്നും അല്ല ചിലയിടത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, ചിലയിടത്ത് ഇതിനേക്കാൾ ക്രൂരമായ മർദ്ദനം. എന്നാൽ നേരത്തെ ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ കേരള സമൂഹത്തിലെ രക്ഷിതാക്കൾ ആകെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരാണ് എന്ന ഒരു അവസ്ഥയുണ്ടായിക്കൂടാ. പക്ഷേ കേരളീയ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ തലപൊക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് സമൂഹത്തിന് മൊത്തത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അയലോക്കത്തിൽ നിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അത് അവിടുത്തെ വിഷയമല്ലേ, നമ്മൾ ഇടപെടണ്ട എന്ന് പറയുന്നത് ശരിയല്ല. ഈ നേരത്തെ പ്രതി കേസിൽ പലപ്പോഴും കുടുങ്ങിയാൽ കോടതിക്ക് തെളിവാണ് പ്രധാനം. ജാമ്യത്തിലൊക്കെ ഇറങ്ങി പല കേസിലുള്ള ആളുകളും വരും. അവരിത്ര വലിയ ക്രിമിനലുകളാണ് എന്ന് ബോധ്യപ്പെടുന്ന ആർക്കും ക്രിമിനലിൻ്റെ കൂടെ കുഞ്ഞ് പോയിട്ടുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന് തടസ്സമില്ല. അതെല്ലാം നമ്മൾ പലപ്പോഴും എപ്പോഴാണ് പ്രതികരിക്കുന്നത്? ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അത് രൂക്ഷമായിട്ട് വെളിയിൽ വരുമ്പോഴാണ് പലരും പ്രതികരിക്കുന്നത്. അപ്പോഴാണ് പോലീസിനെ കുറ്റം പറയാനും അതുപോലെ മറ്റു സംവിധാനങ്ങളെ കുറ്റം പറയാനും ഒക്കെ ആളുകൾ തയ്യാറാവുന്നത്. വളരെ വിജിലൻ്റ് ആവണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഗവൺമെൻറ് സംവിധാനങ്ങളും വളരെ വിജിലൻ്റ് ആവണം, സമൂഹത്തിനും ആ ധാരണ ഉണ്ടാകണം എന്നുള്ളത് പറയുകയാണ്. അതുകൊണ്ട് ഈ വകുപ്പ് കഴിയാവുന്നത്ര ഈ വിമൻ ആൻഡ് ചിൽഡ്രൻ വകുപ്പിൻ്റെ ഭാഗമായി എല്ലാ സംവിധാനങ്ങളെയും ചലിപ്പിക്കുന്നു. പോക്സോ കേസുകൾ കെട്ടിക്കിടന്നത് തീർക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. കുറേ കേസുകൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പോക്സോ കോടതികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അല്ല. ഞങ്ങൾ എറണാകുളത്ത് ഏറ്റവും മാതൃകാപരമായ, രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു പോക്സോ കോടതി എറണാകുളത്ത് നിലവിലുള്ള കോടതി അതിനെ അപ്ഗ്രേഡ് ചെയ്ത് അതിന് വിമൻ ആൻഡ് ചിൽഡ്രൻ വകുപ്പ് സെക്രട്ടറി വിജു പ്രഭാകറിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതികൾ നവീകരിക്കണം, നടപടിക്രമങ്ങൾ നന്നായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ഇന്നത്തെ ഈ വലിയ ഒരു സംഭവബഹുലമായൊരു സമൂഹം, അല്ലെങ്കിൽ എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങുന്ന അത്തരത്തിലുള്ളൊരു സമൂഹം, അതാണ് ഉപഭോഗ സംസ്കാരം. അതിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ വേർതിരിച്ചെടുത്ത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളായി മാറ്റാൻ വലിയ ഇടപെടലുകൾ തന്നെ വേണം. ഗവൺമെൻറ് അത് ആരംഭിച്ചിട്ടുണ്ട്, ഈ വകുപ്പും അത് ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനത്തിൻ്റെ പിന്തുണ അതിന് കിട്ടുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം. കേസിൻ്റെ എണ്ണം വർദ്ധിക്കും. ചിലർ പറയാറുണ്ട് ഈ വർഷം ഇത്ര കേസ്, കഴിഞ്ഞ വർഷം ഇത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഞങ്ങൾ ആകുലപ്പെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കേസും ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വരണം, റിപ്പോർട്ട് ചെയ്യപ്പെടണം. രോഗത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾ ആരോഗ്യവകുപ്പ് അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് പോലും വിവരശേഖരണം നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. എണ്ണം കൂടുന്നതല്ല, എണ്ണം വെളിയിൽ കൊണ്ടുവന്ന് അതിനോട് ഫൈറ്റ് ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കുക എന്നതാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള നിയമം തന്നെ കർശനമായി പ്രയോഗിച്ചാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. നിയമത്തിലെ പഴുതുകളൊക്കെ പലരും ഇന്ന് എനിക്കൊരുപാട് ഫേസ്ബുക്ക് മെസ്സേജ് വന്നത് ഇവൻ നാളെ പുറത്തിറങ്ങി നടക്കില്ലേ, ജാമ്യം കിട്ടില്ലേ എന്നുള്ള രീതിയിൽ ഭീതി, ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. അറബ് നാട്ടുകളുടെ ശിക്ഷയാണ് വേണ്ടതെന്നൊക്കെ ചിലർ പ്രയോഗിച്ചു. ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പൊതുജനം ചിലർ പറഞ്ഞു. അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ളൊരു ഇടപെടലല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്.
നിലവിലുള്ള നിയമം അനുസരിച്ച് കർശന ശിക്ഷ കൊടുക്കാൻ കുറേ വകുപ്പുകളുണ്ട്. നിയമത്തിൽ ഭേദഗതി വേണമെങ്കിൽ ഗവൺമെൻറ്റിനോട്, ഇന്ത്യ ഗവൺമെൻറ്റിനോടെല്ലാം കേന്ദ്ര നിയമമാണ്, നമുക്ക് ആവശ്യപ്പെടാം. ഭേദഗതി വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെ നമുക്ക് കർശനമായി ശിക്ഷ കൊടുക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. അതിലേക്ക് പൂർണ്ണമായും എത്തിക്കുക. അവിടെ പോലീസിൻ്റെ സേവനം, അഡ്വക്കേറ്റുമാരുടെ ഇടപെടൽ, പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ, ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ്. എന്തായാലും കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള നീക്കവുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അതിന് എല്ലാവരുടെയും മാധ്യമത്തിൻ്റെ പിന്തുണ ഇപ്പം വേണു നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത്ര ഭീതിതമായിട്ട് ഇത് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്നു. ഇത് ഒന്ന് മാത്രമല്ല, കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താൻ, പൂർവാധിക ശക്തിയായിട്ട് ഈ കേസ് കൂടി വന്നപ്പോൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ടീച്ചറെ, വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോട് ഈ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്. അഡ്വക്കേറ്റ് ശാന്തി മായാദേവി, ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഈ പല കേസുകൾ പ്രതിയായ ഒരാൾക്ക് ഇത്ര സുഖകരമായി അയാൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച്, എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ച് ജീവിക്കാൻ കഴിഞ്ഞത്? അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നു എന്നൊരു പരിധിവരെ പറയാം. പക്ഷേ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കുട്ടിയെയും കൊണ്ട് ഒരു ചെറിയ ആശുപത്രിയിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയുന്നു, മേൽ ചികിത്സ വേണ്ട എന്ന് പറയുന്നു. ഏതാണ്ട് 1.25 മണിക്കൂർ ഇങ്ങനെ ചെലവിടുകയാണ് തർക്കിച്ച്. ഇയാളുടെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് ഈ സംവിധാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയാണ്. ആ 1.25 മണിക്കൂറിന് കൊടുക്കേണ്ടി വന്ന വില എത്രത്തോളം എന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടാലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിൽ മാനസികമായി തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെയോ ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക? എല്ലാ ചർച്ചകളും സാധാരണയായിട്ട് വരുന്നത് എങ്ങും എത്താതെ ഒരു ദിശാബോധത്തിലേക്ക് ആ ചർച്ച അവസാനിക്കാതെയാണ് കാണുന്നത്. പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ പല ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ അദ്ദേഹവും എല്ലാം തന്നെ ഇതിനകത്തേക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്തേക്ക് ഒരു ദിശാബോധം കൊണ്ടുവരാം, എന്തൊക്കെ പദ്ധതികൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത്രയൊരു ഹാർഡ് കോർ ക്രിമിനൽ, കോബ്ര എന്ന് വിളിക്കുന്ന വിളിപ്പേരുള്ള ഒരു ഗാങ്സ്റ്റർ, അയാളെ വിവാഹം കഴിച്ചു, ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കുട്ടികൾ അയാളുടെ കൂടെ തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്തു എന്നും കേട്ടിരിക്കുന്നു. പോക്സോ പ്രകാരം കേസെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്കെതിരെ 302 സെക്ഷൻ 302 മർഡർ, വധശിക്ഷ, അതൊരു ഡെത്ത് പെനാൽറ്റി, റെയറസ്റ്റ് ഓഫ് റെയർ കേസാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 302 വരുമ്പോൾ പിന്നെ അതിലെല്ലാം ആയി കഴിഞ്ഞു. പിന്നെ അമ്മയുടെ അറസ്റ്റ്, അവരിപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് വൈകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ തന്നെ ഒരു സിയോമോട്ടോ കോഗ്നിസൻസ് എടുത്തുവെന്നും തിങ്കളാഴ്ച അതൊരു പില്ലിൻ്റെ രൂപത്തിൽ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ രൂപത്തിൽ വരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരമുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം വരുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ പറഞ്ഞു, ഗവൺമെൻറ് മെഷീനറി ഉണ്ട്, കുറേ പദ്ധതികളുണ്ട്, അതെല്ലാം ഞങ്ങൾ ഒന്നും കൂടെ ശാക്തീകരിക്കപ്പെടുന്നുണ്ട്, ശക്തിയാക്കുന്നുണ്ട്. ഒന്നല്ല, ഒരു 100 തവണ ശക്തിയാക്കേണ്ട സമയം കഴിഞ്ഞു. സർക്കാർ ചെയ്യുന്നുണ്ട്, സർക്കാർ ചെയ്യുന്നു. അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി പറയാണ്, സർക്കാർ അത് ചെയ്തു ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പബ്ലിക്കിൻ്റെ ആണ്. അതായത് ഒരു സാധാരണക്കാരൻ 30 ലക്ഷത്തിന് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ 3 ലക്ഷമാണ് സർക്കാരിന് കൊടുക്കുന്നത്. അതിൽ നിന്നും സർക്കാർ ചെയ്യുന്നു, സമ്മതിച്ചു. പക്ഷേ എന്നാലും സർക്കാർ അതിനുള്ള മനസ്സ് കാണിക്കുന്നു. പക്ഷേ എന്തും ഞങ്ങളത് ചെയ്യും, ഞങ്ങളിങ്ങനെ ചെയ്യും, അങ്ങനെയല്ല അത് വേണ്ടത്. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ആ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് എടുത്തു നോക്കണം. എന്താണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്നതാണ് CWC, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടത്തുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. എന്തിനാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത്? അതായത് എന്ന് മരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു കുട്ടി ജനിച്ചു എന്ന് ഒരു രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ടെന്ന് ഇപ്പോൾ ലോകം മൊത്തം അറിയണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. പക്ഷെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ജനിക്കുന്നത് മുതൽ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ആ ഒരു ചൈൽഡ് സ്റ്റേജ് കഴിയുന്നത് വരെ ആ കുട്ടി സുരക്ഷിതയാണോ, അതിന് കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടോ, അതിന് കൃത്യമായി വാക്സിൻസ് കൊടുക്കുന്നുണ്ടോ, അതിനെ വീട്ടിൽ നന്നായിട്ടാണോ നോക്കുന്നത്, അതിന് വല്ല പീഡനങ്ങളുണ്ടോ,
ഈ പോക്സോ, അട്രോസിറ്റി എന്തെങ്കിലും ഉണ്ടോ, സെക്ഷൽ അബ്യൂസ് ഉണ്ടോ, ഇതൊക്കെ ആര് തിരക്കണം? നേരത്തെ എല്ലാവരും പറഞ്ഞു പേരൻസ് ആണ്. ശരിയാണ്, പ്രൈമറി ആയിട്ട് ജനിപ്പിച്ച പേരൻസ് തന്നെയാണ്. അതിന് ജന്മം നൽകിയ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബാക്കി വീട്ടിൽ മുതിർന്ന ആളുകളോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും കുട്ടിയെ സംരക്ഷിക്കേണ്ടതാണ്. ഇനി അവർ സംരക്ഷിച്ചില്ലെങ്കിലാണ് ആര് സംരക്ഷിക്കണം? നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഈ ഒരു വെൽഫെയർ സൊസൈറ്റിയിലാണ്. അപ്പോൾ സ്റ്റേറ്റാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ് മെഷീനറീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എല്ലാ ജില്ലയിലും ഉണ്ടാക്കിയിട്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ശരിയാക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്കും ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ വാക്സിനേഷൻ ടൈമിൽ ഇടയ്ക്കോ വല്ലതും ഈ ആശാ വർക്കേഴ്സോ അങ്ങനെ പലരും വീട്ടിലേക്ക് വരാറുണ്ട്. ആ കുട്ടിക്ക് വാക്സിൻ എടുത്തോ? എടുത്തിട്ടുണ്ട്. പേരെന്താണ്? കഴിഞ്ഞു, അവരുടെ ജോലി കഴിഞ്ഞു. എന്നാൽ എല്ലാ മാസവും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞു, പിന്നെ കുട്ടി ഡോക്ടർ അങ്ങനെയുള്ള പദ്ധതിയൊക്കെ പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്, അങ്ങേയറ്റം ചാരിതാർത്ഥ്യം അറിയിക്കുന്നു ഇങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യുന്നതിൽ. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് ശരിക്കും എന്നെ പോലുള്ള, ഞാനൊരു അഭിഭാഷക എന്നുള്ള രീതിക്കല്ല, ഞാനൊരു മാതാവാണ്, ഞാനൊരു സാധാരണ ഒരു ജനത അല്ലെങ്കിൽ ഒരു ജനം എന്ന രീതിക്ക് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ശരിക്കും ഈ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അത് ഒരു സർക്കാരിൻ്റെ അല്ല, ഏതൊരു സർക്കാരായിരുന്നാലും അതൊരു പരാജയം തന്നെയാണെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. കൃത്യമായിട്ടും ഒരു പാലിയേറ്റീവ് കെയറിൽ കൂടെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു ചെറിയ, അതായത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ അവരുടെ വിങ് ഉണ്ട്. ഇപ്പോൾ ABVP ഉണ്ട്, DFI ഉണ്ട്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഇവർക്കൊക്കെ ഇലക്ഷൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വോട്ടേഴ്സ്, എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാം. എന്നാൽ വാർഡ് തിരിച്ച് ആ വാർഡിൽ എത്ര കുട്ടികളുണ്ട്, അവരുടെ അവസ്ഥ എന്താണ്, ഇത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനുമുള്ള ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലില്ല. ഇതുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന കുട്ടികളുടെ കഥയും അവരുടെ അവസ്ഥയൊക്കെ ഇതിനു മുന്നേ വന്നേനെ. പക്ഷേ CWCയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഞാൻ അഭിഭാഷകയാണ്. ഞാൻ ഈയിടയ്ക്ക് ഒരു കേസ് കൈകാര്യം ചെയ്യുണ്ടായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ വളരെ മോശം പ്രവൃത്തി, എനിക്കത് പറയാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളെയാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇവർ അങ്ങനെയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ 100 കേസിൽ ഇവർ 10 നല്ലതായിരിക്കാം ചെയ്യുന്നത്. ഇവർ എന്ത് എൻക്വയറി നടത്തിയിട്ടാണ് ആരെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇന്ന കുട്ടി ഇവിടെയുണ്ട്, ആ കുട്ടിക്ക് ആരും നോക്കുന്നില്ല, അതിനെ സ്കൂളിൽ വിടുന്നില്ല, ഉടനെ ചെല്ലുന്നു, ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അത് പിള്ളേരെ പിടുത്തപ്പാരുടെയൊക്കെ ജോലിയാണ്. കാരണം ഞാൻ ഈ ഇടയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കേസിൽ അമ്മ മരിച്ച ഒരു കുട്ടിയാണ്, അച്ഛൻ വേറെ വിവാഹം കഴിച്ചു, അച്ഛൻ ഈ കുട്ടി അന്ന് തന്നെ, അമ്മ മരിച്ചതിൻ്റെ അന്ന് തന്നെ അച്ഛൻ പോയി, പിന്നെ വന്നിട്ടില്ല. അമ്മൂമ്മയാണ് ആ കുട്ടിയെ വളർത്തിയിരുന്നത്. അവർക്ക് പെൻഷനുണ്ട്, ഒരു 10-700, അവർക്കൊരു തേങ്ങാ പുരയിടമുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. ഒരു മാസം അവർക്ക് 7000 രൂപയുടെ വരുമാനമുണ്ട്. ആ കുട്ടി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. 3 നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിലും വീട്ടിൽ നിന്നാണ് അമ്മൂമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ കുട്ടി, ഈ അമ്മൂമ്മയുടെ മകൻ തന്നെ സ്വത്തിന് വേണ്ടിയിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വിളിച്ചു പറയാണ്, ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചു പറയാണ് ഈ കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ലെന്ന്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വരുന്നു, എൻക്വയറി കാര്യങ്ങൾ നടത്തുന്നു, ഇവരെ വിളിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, ആ കുട്ടിക്ക് പനി വന്ന് കിടന്നപ്പോഴേക്കും മുഷിഞ്ഞ വസ്ത്രം ഇട്ടിരുന്നു, ഒരാഴ്ച സ്കൂളിൽ പോയില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഹാജരാക്കി. ഡോക്ടറിൻ്റെ, അതായത് ചെവിക്ക് വേദനയാണ്, ഒരാഴ്ച സ്കൂളിൽ പോകാൻ പാടില്ല, പറഞ്ഞിട്ടൊന്നും കേട്ടില്ല, കുട്ടി അങ്ങ് കസ്റ്റഡിയിൽ അങ്ങ് എടുത്തു. അമ്മൂമ്മ കോടതി മൊത്തം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ അമ്മൂമ്മ കയറി ഇറങ്ങി. ഞാനാണ് ആ കേസ് നടത്തിയത്. അവസാനം കോടതിയിൽ ടെക്നിക്കൽ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് വീണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ പോയി 5 അംഗ ബെഞ്ച് കേട്ടു. വീണ്ടും പറഞ്ഞു ഈ കുട്ടി ചൈൽഡ് ഇൻ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്, കുട്ടിയെ വിട്ടുതരില്ല, കുട്ടിയെ അമ്മൂമ്മ നോക്കുന്നില്ല, 7000 രൂപ പോരാ എന്നാണ് പറഞ്ഞത്. ഹൈക്കോടതിയിൽ വന്ന് കേസ് നടത്തിയിട്ട് അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ കോടതിക്ക് ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത്. ജഡ്ജ്മെൻറ്റ് വരുന്നതിൻ്റെ തലേ ദിവസം ഈ അമ്മൂമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മകനെ കിട്ടുന്നില്ല, ഞാൻ അവനെ എന്ത് നന്നായിട്ടാണ് നോക്കിയിരുന്നത്, അവന് ഞാൻ എത്ര നന്നായിട്ടാണ് ഫെസിലിറ്റി കൊടുത്തത്, ഇതിനാണോ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ നല്ല വീട്ടിലെ പിള്ളേരെ എന്തിനാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. എന്തുണ്ട് മറുപടി പറയാൻ? നാളെ ജഡ്ജ്മെൻറ്റ് വരും, കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നാൽ കുട്ടിയെ തിരിച്ച് കിട്ടും എന്ന് പറയുകയാണ്. അവർ വളരെ കരച്ചിലായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. ഒരു BP പോലും മരുന്ന് കഴിക്കാത്ത അമ്മൂമ്മയാണ് ഈ കുട്ടിയെ കിട്ടാഞ്ഞിട്ട് നെഞ്ചു പൊട്ടി മരിക്കുന്നത്. പിറ്റേ ദിവസം കോടതിയിൽ ഇത് ചർച്ച ചെയ്തു. അപ്പോൾ ശരിക്കും ഈ പിറ്റേന്ന് ജഡ്ജ്മെൻറ്റ് വളരെ ഫേവറബിൾ ആയിട്ട് വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ വ്യവസ്ഥകളും, എല്ലാ വ്യവസ്ഥകളുമാണ്, ഈ സർക്കാരോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറി അങ്ങനെ ഒന്നുമില്ല, എല്ലാ വ്യവസ്ഥകളും എല്ലാവരും കൂടെ ചേർന്ന് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്കി മാറ്റി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈലജ മിനിസ്റ്ററും അതുപോലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനുണ്ട്. ഞാൻ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതുപോലുള്ള എത്ര ഇൻസിഡൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം, എറണാകുളത്തിരുന്നാണ് ഞാനിത് നടത്തുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ നോർത്ത് പാലത്തിൻ്റെ അടിയിൽ
കുറേ കുട്ടികളുണ്ട്. മലയാളികളല്ലാത്തതുകൊണ്ടാണോ ഈ കുട്ടികളെ ഒന്നും കൊണ്ട് സംരക്ഷിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഒന്നാണെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. TDM ഹാളിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ച് പറയുന്ന എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്. പക്ഷേ അതിൽ ഒരു 100% കൃത്യമായിട്ടുമുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം. പക്ഷേ CWCയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ തൊടുപുഴയിൽ അല്ലെങ്കിൽ കോഴഞ്ചേരിയിലെ ഈ ഒരു പ്രത്യേക പ്രശ്നം വേറൊന്നും പറയാനില്ല. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എന്തെങ്കിലും കമ്മിറ്റികൾ വാർഡ് ബേസിൽ ഉണ്ടാക്കി കൃത്യമായി കുട്ടികളെ മോണിറ്റർ ചെയ്യുക. അതുപോലെ ഡേ കെയർ എന്ന് പറഞ്ഞ് നടത്തുന്ന ഫെസിലിറ്റി, നേരത്തെ പറഞ്ഞു പോക്സോ കോടതികളൊക്കെ വിപുലീകരിക്കുന്നു, വളരെ നല്ല കാര്യം. കാരണം ഞങ്ങളും ആ സമൂഹത്തിൽപ്പെട്ടതാണ്, കോടതികളിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടുത്തെ ഡേ കെയർസിൻ്റെ അവസ്ഥ എന്താണ്? കുട്ടികളെ എന്തുകൊണ്ട് ആൾക്കാർ പ്രൈവറ്റ് ഡേ കെയറിൽ വലിയ ഫീസ് കൊടുത്ത് വിടുന്നു? കുട്ടികൾ ഇവിടുത്തെ ഡേ കെയറിലെ ഈ ആക്ടിവിറ്റീസ്, ഇപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യേണ്ട സമയം, അവർക്ക് അതിന് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതിനകത്തുണ്ടോ? ആ ഒരു ക്ലെൻലിനെസ് ഉണ്ടോ? കുട്ടികൾക്ക് ആ ഒരു സോഷ്യലായിട്ട് ഇമോഷണലായിട്ടും അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിന് പറ്റിയ അറ്റ്മോസ്ഫിയർ ആണോ? ഇതെല്ലാം തന്നെ വളരെ ഒരു ദുരനുഭവമാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സർക്കാർ അത് ചെയ്യും, ഇത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഇത് യഥാർത്ഥ രീതിയിൽ സമൂഹത്തിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ശരി. അഡ്വക്കേറ്റ് ശാന്തി മായാദേവി, വളരെ ശ്രദ്ധിക്കേണ്ട, പരിഗണിക്കേണ്ട ഗൗരവതരമായ വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ടീച്ചർ ഇപ്പോൾ ഈ ചർച്ചയിലില്ല, പക്ഷേ നിശ്ചയമായും ടീച്ചർ ഈ വിവരങ്ങൾ അറിയിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കഴിയും. അങ്ങനെയല്ലെങ്കിലും ടീച്ചർ ഇപ്പോൾ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുന്നത് ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി. അപ്പോൾ ശാന്തി ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.